ഇങ്ങനെ പൊതുവെ ഒരു സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്, അതായത് വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പം അതിൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ വരുന്നത്, അതോ ഇത് നോർമൽ ആണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ടാണ്. അപ്പം അതിനെ പറ്റിയിട്ട് എന്താണ് അത് പറയുക? ആക്ച്വലി ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്, അവരങ്ങനെ പറയത്തേ ഉള്ളൂ. അപ്പം അവർ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്രത്തോളം ഉണ്ട് വൈറ്റ് ഡിസ്ചാർജ്, അത് ചോദിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും നിറ വ്യത്യാസം ഉണ്ടോ? ഇവരെല്ലാവരും വൈറ്റ് ഡിസ്ചാർജ് എന്നേ പറയത്തുള്ളൂ. ചോദിച്ചു വരുമ്പോഴായിരിക്കും മഞ്ഞ നിറമാണ് പച്ച നിറമാണെന്നൊക്കെ പറയുന്നത്. അവരവർ ഫ്ലോയിൽ അങ്ങ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പ്രശ്നം വന്നിട്ട് ഈ വൈറ്റ് ഡിസ്ചാർജ് എങ്ങനെയായാലും സ്മെല്ല് എന്തെങ്കിലും ഉണ്ടോ അത് ചോദിക്കണം. അപ്പം പിന്നെ ഇച്ചിങ്, ഒബ്വിയസ്ലി നാലാമത്തെ കാര്യം ഇച്ചിങ് ഉണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ഒപ്പം എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യുമ്പം വേദനയുണ്ടോ, പുറമേ ചൊറിച്ചിലുണ്ടോ, അങ്ങനത്തെ ആ ചുറ്റുവട്ടത്തുള്ള ഭാഗത്തും ഇനി വേറെ പ്രശ്നമുണ്ടോ, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്, സബ്സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതെല്ലാം ചിലവർക്ക് ഇതെല്ലാം ചോദിച്ചു വരുമ്പോൾ ഇതൊന്നും കാണത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ആക്ച്വലി വൺ തിങ് വി ഹാവ് ടു ടെൽ ദം ഇസ് ഇത് നോർമലാണ്. എല്ലാവർക്കും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്. യു മീ എവറിബഡി ഹാസ് വൈറ്റ് ഡിസ്ചാർജ്. അപ്പം ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോർമലാണ്, ഫിസിയോളജിക്കലാണ്. അതായത് നമ്മുടെ പീരിയഡ്സ് ആവുന്നതിന് മുന്നേ, പിന്നെ നമ്മുടെ ഓവുലേഷൻ ടൈമിൽ, അതായത് 14th ഡേ 16th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പം ഈ 2 സമയത്തും എല്ലാവർക്കും ഉള്ളതാണ് വൈറ്റ് ഡിസ്ചാർജ്. അപ്പം വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് കളർലെസ് ആവാം, ഇച്ചിരി ഒരു ഡർട്ടി വൈറ്റ് ആവാം, പിന്നെ ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക മിക്സ് ചെയ്തിട്ടൊരു അതിന് കേർഡി വൈറ്റ് ആവാം. കുറേ വൈറ്റിൽ തന്നെ കുറേ വൈറ്റ് ഉണ്ട്. അപ്പം ദി ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ്സ് നോർമൽ. പക്ഷേ ഈ സബ്സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പം വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെദർ ഇറ്റ് ഇസ് പത്തോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ. അപ്പം ഇൻഫെക്ഷൻ ആവാം, ആവാതിരിക്കാം, പക്ഷേ വൈറ്റ് ഡിസ്ചാർജ് ഇസ് നോർമൽ. ബട്ട് ഡ്യൂറിങ്, അതായത് പീരിയഡ്സിന് മുന്നേയും പിന്നെ ഓവുലേഷൻ ടൈമിലും ആണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ള സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമെന്നല്ല, എപ്പോഴും കാണും ഒരു രീതിയിൽ ഒരു ഡിസ്ചാർജ് എല്ലാവർക്കും കാണാം. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ, അതായത് വജൈനയിലല്ല സെർവിക്സിൽ ഗ്ലാൻസ് ഉണ്ട്. ആ ഗ്ലാൻസിൽ നിന്ന് എപ്പോഴും സെക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുന്നേ നിറയെ വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗ്ലാൻഡുലർ എവിടെ ഉണ്ടോ അത് അവിടെ നിന്നെല്ലാം സെക്രീഷനും ഉണ്ടാവും, ഈ പറയുന്ന ഡിസ്ചാർജും ഉണ്ടാവും. ഡിസ്ചാർജ് എവിടെ പോവാ, പുറമേ അല്ലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അതെന്തായാലും നമ്മുടെ പാൻറ്റീസിലോ എന്തെങ്കിലും കാണും. പക്ഷെ അത് അങ്ങനെ വാർണിംഗ് സൈനൊന്നും അല്ല, ഇറ്റ്സ് നോർമൽ. ഓക്കെ.